ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ ടെൻഷനോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. സച്ചിയേട്ടൻ എന്നും വന്നാൽ വഴക്കിടോ കുടിച്ചിട്ടായിരിക്കോ വരിക എന്നുള്ള ആ ഒരു ടെൻഷനാണ്. അപ്പോഴേക്കും സച്ചി എത്തുന്നു. സച്ചിയാണെങ്കിൽ ഒരു ചമ്മലോട് കൂടിയിട്ടാണ് കേട്ടോ വീട്ടിനുള്ളിലേക്ക് കയറുന്നത്. കയ്യിലൊരു ഹൽവയുടെ പെട്ടി ഉണ്ടാവും നമ്മുടെ രേവതിയെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് രേവതി ടേബിളിൻ്റെ അടുത്ത് ഇരിക്കുകയായിരിക്കും. അങ്ങനെ നമ്മുടെ സച്ചിയും അവിടെ പോയിരിക്കുകയാണ്. എന്നിട്ട് പരസ്പരം ഒന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി ചോദിക്കും, നിങ്ങളെന്താ വല്ലാതെ ഇരിക്കുന്നതെന്ന്. നിന്റെ കൈയൊന്ന് നീട്ടിക്കേ എന്നും പറഞ്ഞ് ആ പെട്ടി എടുത്ത് വെച്ചു കൊടുക്കാണ്. എന്നിട്ട് പറയും, നിനക്ക് ഇഷ്ടപ്പെട്ട ഹൽവയാണ്, കഴിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര സൈഡിൽ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ, ഇവര് തമ്മിലുള്ള ആ ഒരു യുദ്ധം കാണാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മുടെ രേവതി പറയും, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമല്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സച്ചി പറയും, ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോഴതില്ല. പിന്നെ ഞാൻ നിന്നോട് എന്തിനാ ദേഷ്യപ്പെട്ടിട്ട്, നീ അതിന് മാത്രം വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര ആകെ അന്തം വിടുകയാണ് കേട്ടോ. ഇവനെന്താ പറ്റിയേ എന്നുള്ള കാര്യം പറഞ്ഞിട്ട്. പിന്നെ നിന്റെ അനിയനെ എനിക്കിഷ്ടമാണ്, അവൻ എൻ്റെ പുറകെ സച്ചേട്ടാ സച്ചേട്ടാ എന്നൊക്കെ വിളിച്ച് നടന്നല്ലേ, അവൻ്റെ ആ കൂട്ടുകെട്ടാ എനിക്കിഷ്ടമല്ലാത്തത്. ഞാൻ അവൻ്റെ അടുത്ത് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ആൻ്റണിയുടെ കൂടെ പോവരുതെന്ന്, പക്ഷെ അവൻ അത് പറഞ്ഞത് കേട്ടില്ല, എനിക്കതിലാണ് വിഷമം എന്ന് പറയും. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്കാണെങ്കിൽ ഒരു ആശ്വാസം തോന്നുകയാണ്. എന്നിട്ട് സച്ചിയുടെ കൈ അങ്ങ് പിടിച്ചിട്ട് പറയും, സച്ചേട്ടാ ഞാനേ പേടിച്ചിരിക്കായിരുന്നു, എനിക്കിപ്പോഴാണ് ഒരു ആശ്വാസമായത്. സച്ചേട്ടൻ എൻ്റെ അടുത്ത് മിണ്ടാതിരുന്ന എനിക്കത് സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സച്ചേട്ടൻ്റെ അടുത്ത് ഇരിക്കാഞ്ഞാലോ, സച്ചേട്ടനോട് മിണ്ടാതിരുന്ന, സച്ചേട്ടനെ ഒന്ന് തൊടാൻ കൂടി പറ്റിയില്ലെങ്കിൽ എനിക്കതൊന്നും ആലോചിക്കാൻ പറ്റത്തില്ല സച്ചേട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചിൻ പറയുന്നുണ്ടോ, എനിക്കും അങ്ങനെ തന്നെ. നിനക്ക് അറിയാലോ രേവതി, നിന്റെ അനിയന്റെ കാര്യത്തിലേ എനിക്ക് ടെൻഷനുള്ളൂ. അവനോട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിരുന്നു ആന്റണിയുടെ കൂടെ പോകരുതെന്ന്. ഒരു ശുദ്ധജലത്തിൽ ഒരു തുള്ളി വിഷം വീണാൽ ആ വെള്ളം മൊത്തം മലിനാവില്ലേ, അതുപോലെ തന്നെ അവൻ്റെയും കാര്യം, അവൻ്റെ ഭാവി നശിച്ചു പോകരുത് എന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പിടിച്ചിട്ട് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അവനെ ദൈവം രക്ഷിച്ചോളും എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതി പറയുന്നുണ്ട്, എനിക്കറിയാം സച്ചിയേട്ടൻ അവനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ, അവൻ്റെ ഈ കൂട്ടുകെട്ടാണ് ഇഷ്ടമില്ലാത്തതെന്നൊക്കെ എനിക്കറിയാം. അവനെ ഇപ്പൊ ചീത്ത കൂട്ടുകെട്ടൊന്നുമില്ല, അവൻ ഒരുപാട് മാറി സച്ചിയേട്ടാ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അവൻ മാറിയാ അവന് കൊള്ളാം, അവന്റെ ഭാവി നശിക്കരുത് എന്നേ എനിക്കുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര വിചാരിച്ചൊന്നും നടക്കുന്നില്ലല്ലോ. ചന്ദ്ര ഛേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ പോയിട്ട് പറയും, ഛേ ഒരു യുദ്ധം കാണാൻ വേണ്ടിയിട്ട് വന്നതാ, ഇവൻ ഇതെന്തു പറ്റി, വെറുതെ ആയിരിക്കില്ല, ഭാര്യയും ഭർത്താവും പിണക്കായാൽ പിന്നീട് ഭയങ്കര സ്നേഹാവുന്ന ജഡ്ജസ് പറഞ്ഞതെന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അങ്ങ് പോവുകയാണേ. അതിനുശേഷം നമ്മുടെ രേവതി ആണെങ്കിൽ ഇങ്ങനെ ടേബിൾ തുടച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരികയെ, സച്ചേട്ടാ ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി കിച്ചണിലോട്ട് പോകുമ്പോൾ ചന്ദ്ര വീണ്ടും ആ ഭാഗത്ത് വന്ന് നിൽക്കുന്നുണ്ടല്ലോ, അടുത്ത യുദ്ധത്തിന് കളവൊരുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇങ്ങനെ മനസ്സിലോർക്കും, എന്തായാലും ഒരു യുദ്ധം നടന്നില്ല, ഇനി ഇവിടെ പായസം ഉണ്ടാക്കി വെച്ച എന്ന് പറഞ്ഞാൽ അവന് കിട്ടിയില്ലെങ്കിൽ അവന്റെ ദേഷ്യം കാണാം നമുക്ക്, ഇനി അത് പറയുകയൊക്കെ അല്ലാതെ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുവാണേ. ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് സച്ചിയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് പറയും, സച്ചിയേട്ടൻ വന്നോ? പിന്നെ സച്ചിയേട്ടാ സോറി കേട്ടോ, ഏടത്തി പായസം ഉണ്ടാക്കിയിരുന്നു, എന്തൊരു ടേസ്റ്റ് ആയിരുന്നു, എല്ലാവരും കുടിച്ചു പാത്രം കാലിയാക്കി കളഞ്ഞു. അത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചി ആകാന്തം വിടുട്ടോ. അപ്പോൾ എനിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നാ തോന്നുന്നേ, അമ്മയൊക്കെ എത്ര ഗ്ലാസ്സാ കുടിച്ചതെന്നറിയോ? ശ്രുതിയേട്ടനോ? അതെ. പിന്നെ ഒരു കാര്യം പറയാലോ, ഞാനും വർഷയും തമ്മിൽ ചെറിയ പിണക്കുണ്ടായിരുന്നു, അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് പോയി ഫുഡൊക്കെ അടിച്ച് റെഡിയാക്കാം എന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. ഏട്ടത്തിയുടെ പായസം കുടിച്ചപ്പോൾ തന്നെ വർഷയുടെ മൂഡ് അങ്ങ് മാറി, പുറത്ത് കൊണ്ടുപോകേണ്ടി വന്നില്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ സച്ചിക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ, കാരണം വെച്ചില്ലല്ലോ പായസം എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ രേവതിയെ പായസം ഉണ്ടാക്കിയിട്ട് എനിക്ക് വെച്ചില്ലേ, എനിക്ക് പായസം ജീവനാണെന്ന് നിനക്കറിയത്തില്ലയോ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി ചപ്പാത്തിയും പായസമൊക്കെ കൊണ്ടാണ് വരുന്നത്. പിന്നെ എൻ്റെ സച്ചേട്ടന് വെക്കാതെ എന്ന് പറഞ്ഞിട്ട് പായസം കാണിച്ചു കൊടുക്കുക. അത് കാണുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കും, അപ്പോൾ ചേച്ചി എടുത്തു വെച്ചായിരുന്നോ സച്ചേട്ടനുള്ള പായസം? പിന്നെ ശ്രീകാന്ത്, എൻ്റെ സച്ചേട്ടന് ഉണ്ടാക്കിയതല്ലേ പായസം, അപ്പൊ ഞാൻ എടുത്തു വെക്കാതിരിക്കോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും, അടിപൊളി എൻജോയ് എന്ന് പറഞ്ഞ് അങ്ങ് പോവാൻ കേട്ടോ. അങ്ങനെ പോകുന്ന ശ്രീകാന്തിനോട് സച്ചി പറയൂട്ടോ, എടാ നീ തിരിച്ചു വരല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെ ശ്രീകാന്ത് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സച്ചിയോട് രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ ചപ്പാത്തിയുണ്ട് പായസമുണ്ട്, ഏതാ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, എന്താ രേവതി ഇത്, എനിക്ക് പായസമാണ് ഇഷ്ടം എന്ന് നിനക്കറിയാലോ, അപ്പോൾ പിന്നെ ഇത് ചോദിക്കണമെന്ന് ചോദിച്ചിട്ട് പായസം ഇങ്ങനെ കോരി കോരി കുടിക്കുകയാണ്. എന്തൊരു ടേസ്റ്റ്, വെറുതെ അല്ല എല്ലാവരും പാത്രം കാലിയാക്കിയതെന്ന് പറയുന്നു. കൂടാതെ നമ്മുടെ സച്ചി ആ ഹൽവയുടെ പെട്ടി എടുത്തെടുത്തിട്ട്
നീ ഇത് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. അങ്ങനെ രേവതിയും കഴിക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രയാണെങ്കിൽ ഉദ്ദേശിച്ച സംഭവങ്ങളൊന്നും നടന്നില്ലല്ലോ. അതിൻ്റെ പ്രതിഷേധത്തിന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി പോകുകയാണ് കേട്ടോ. അങ്ങനെ ആ പോകുമ്പോഴാണ് നമ്മുടെ സച്ചിയും രേവതിയും കാണുന്നത്. അപ്പോൾ തന്നെ രേവതി അമ്മേ എന്ന് പറഞ്ഞിട്ട് ആ ഹൽവ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്താ ഇതെന്താ അമ്മയ്ക്ക് കണ്ടിട്ട് തോന്നുന്നേ? ഹൽവ എന്ന് പറയുമ്പോൾ എന്തിനാ ഇതോ അമ്മ ഇന്നലെ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞേ, സച്ചേട്ടൻ എന്നും കുടിച്ചിട്ട് വരും, എന്നെ പറഞ്ഞു വീട്ടിലേക്ക് അയക്കും എന്നൊക്കെയല്ലേ. ദേ നോക്ക്, സച്ചേട്ടൻ ഇന്ന് കുടിച്ചിട്ടില്ല, എന്നെ വീട്ടിലേക്കും പറഞ്ഞയച്ചിട്ടില്ല. അതിൻ്റെ സന്തോഷത്തിനായി ഈ ഹൽവ തരുന്നേ എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ നമ്മുടെ ചന്ദ്ര അങ്ങ് കയറി പോവാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രേവതി ആണെങ്കിൽ വണ്ടി എടുത്ത് പൂക്കച്ചവടത്തിന് ഇറങ്ങുകയാണ്. ആ സമയത്ത് ദേവ് വിളിക്കേ, ചേച്ചി ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വാ എന്ന് പറയുമ്പോൾ രേവതി ആണെങ്കിൽ ആകെ പേടിച്ചിട്ട് അമ്മയ്ക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ്. അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല ചേച്ചി ഒരു 5 മുഴം പൂവായിട്ട് ഇങ്ങ് വാ എന്ന് പറയുമ്പോൾ ഓ അത്രേ ഉള്ളൂ, ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാണ്. ഞാൻ അവിടെ എത്തുമ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റിനോട് അക്കൗണ്ട് സെക്ഷൻ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. ആരെ കാണാനാന്ന് ചോദിക്കുമ്പോൾ ദേവികയെ കാണാനാന്ന് പറയുമ്പോൾ ചേച്ചി ഇരിക്ക്, ഞാൻ വിളിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ദേവിക വരികയാണേ. അങ്ങനെ എന്തിനാ എന്നോട് പൂ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞതെന്ന് രേവതി ചോദിക്കുന്ന സമയത്ത് ദേവ് പറയും അതിവിടുത്തെ ഭഗവാന്റെ ഫോട്ടോയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവിടെ എല്ലാവരെയും പരിചയപ്പെട്ട കൂട്ടത്തിൽ ഞാൻ ചേച്ചിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അവർ പറയാം അവർക്ക് എന്നും പൂ വേണമെന്ന്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വലിയ ഫംഗ്ഷനൊക്കെ വരാറുണ്ട്, അപ്പോൾ ചേച്ചിക്ക് എന്നും ഓർഡറൊക്കെ ലഭിക്കുമല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതിക്ക് അത് സന്തോഷമാണ്. രേവതി പറയും നീ നിന്റെ ജോലിക്കാര്യത്തിനിടയ്ക്ക് എൻ്റെയും കൂടെ പറഞ്ഞ് റെഡിയാക്കിയല്ലേ, എന്തിനാ മോളെ അമ്മയ്ക്ക് കൊടുത്തൂടെ ആ ഓർഡർ എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്നും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ, ചേച്ചിക്ക് വണ്ടി ഉള്ളതുകൊണ്ട് എപ്പോഴും വരാലോ എന്ന് പറയും. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് ചേച്ചി എല്ലാ മാസവും അമ്മയ്ക്ക് കൊടുക്കുന്ന ആ പൈസ ഉണ്ടല്ലോ അത് ഇനി തൽക്കാലം വേണ്ട, എനിക്ക് ജോലി ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ രേവതി പറയും നിനക്ക് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ ജോലി കിട്ടിയത് വലിയൊരു ആശ്വാസമായി, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അല്ല ചേച്ചി, ഒരുപാട് കാലമായിട്ട് ഞങ്ങളെ ഭാരം ചേച്ചിക്കല്ലേ, അതുകൊണ്ട് ആ ഭാരം ഒന്ന് കുറച്ച് താഴെ വെക്ക്, ഇപ്പൊ എനിക്കും ജോലി ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ രേവതിക്കാണെങ്കിൽ അത് അഭിമാനം തോന്നാണ്. നീ നിന്റെ കാര്യം മാത്രല്ലല്ലോ നോക്കുന്നത്, ഞങ്ങളുടെ കാര്യം കൂടി നോക്കുന്നുണ്ടല്ലോ. അവരവര് പഠിച്ചിറങ്ങിയ അവരവരുടെ കാര്യങ്ങൾ മാത്രമേ ചിലർ നോക്കത്തുള്ളൂ, പക്ഷെ നീ അങ്ങനെയല്ല മോളെ, നിന്നെ ദൈവം എന്തായാലും രക്ഷിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി കുറെ കഷ്ടപ്പെട്ടതല്ലേ, ഇനി ചേച്ചിക്ക് വേണ്ടി തന്നെ കഷ്ടപ്പെടുക, ഇപ്പൊ തൽക്കാലം ക്യാഷ് ഒന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതിക്ക് സങ്കടം വരികയാണ്. അപ്പൊ കരയുന്നത് കണ്ടിട്ട് അയ്യോയ്യോ ആ കണ്ണൊക്കെ തുടച്ച് എന്റെ പിന്നാലെ വാ, നമുക്ക് ഈ പൂ കൊണ്ടുപോയി കൊടുത്ത് ക്യാഷ് വാങ്ങിക്കാന്ന് പറഞ്ഞ ദേവുവും രേവതിയും കൂടെ മുകളിലേക്ക് പോവാണ്. അവിടെ നിന്ന് താഴോട്ട് വരുമ്പോൾ ദേവു നമ്മുടെ ശ്രുതിയെ കാണാൻ കേട്ടോ റിസപ്ഷനിൽ. അപ്പോൾ നമ്മുടെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് ശ്രുതി ചേച്ചി വീണ്ടും വന്നല്ലോ, എന്തോ ഒരു കുഴപ്പമുണ്ട് ചേച്ചി ഒന്ന് പോയി ചോദിക്കുക എന്ന് പറയും. അപ്പൊ രേവതി പറയും അയ്യോ മോളെ അത് വേണ്ട, കഴിഞ്ഞ തവണ തന്നെ കണ്ടിട്ട് ഞാൻ പോയി ചോദിച്ചതിന് എന്റെ കാര്യത്തിൽ ഇടപെടരുത്, ഒരു ബൗണ്ടറി വെച്ചിട്ടുണ്ട്, അതിന് അപ്പുറത്തേക്ക് വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ ഞാൻ പോയി ചോദിച്ചാൽ അത് വീട്ടിൽ വലിയ പ്രശ്നമാവും എന്നൊക്കെ പറയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ദേവ് പറയും എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വരത്തില്ലല്ലോ, ഇനി കൺസീവ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമല്ല, അത് അന്ന് തന്നെ വലിയ പ്രശ്നം ഉണ്ടായതാ വീട്ടില്, അവൾ പ്രഗ്നന്റ് ഒന്നുമല്ല എനിക്ക് ഉറപ്പാന്ന് രേവതി പറയുമ്പോൾ അല്ല ചേച്ചി എന്തോ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്തായാലും ആ നേഴ്സിനോട് പോയി ചോദിച്ചിട്ട് വരാന്ന് പറയും. അപ്പൊ നമ്മുടെ രേവതി പറയുന്നുണ്ട് കേട്ടോ വേണ്ട മോളെ എന്ന്. അപ്പൊ ദേവു ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് സിസ്റ്ററിനെ കാണാൻ വേണ്ടിയിട്ട് പോകും. അവിടെ എത്തിയ സിസ്റ്ററിനോട് ചോദിക്കുന്ന സമയത്ത് സിസ്റ്റർ പറയും നീ അക്കൗണ്ട് സെക്ഷനിലല്ലേ, അവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരെ എന്ന്. അപ്പൊ സിസ്റ്ററിനോട് ദേവു പറയുന്നുണ്ട് കേട്ടോ ആ ചേച്ചി എൻ്റെ ഒരു റിലേറ്റീവാ, പേര് ശ്രുതി എന്നല്ലേ, അവരുടെ ഭർത്താവിന്റെ പേര് ശ്രുതി, ഇനിയെങ്കിലും വിശ്വസിക്കുക ചേച്ചി, എൻ്റെ റിലേറ്റീവ് തന്നെ, അവരെന്തിനാ രാജേശ്വരി മാഡത്തിനെ കാണാൻ വേണ്ടിയിട്ട് വന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റർ പറയും നീ ഇവിടുത്തെ സ്റ്റാഫ് ആയതുകൊണ്ടും നിന്നെ ഇപ്പോൾ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് മാത്രം പറയാം, അവര് രണ്ടാമത് കൺസീവ് ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാൻ വന്നതാ, ഒരു തവണ വന്നു ഇനി ഒരു തവണ കൂടി ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ നമ്മുടെ ദേവു. നിങ്ങൾ എന്താ പറഞ്ഞേ, രണ്ടാമത് കൺസീവ് ആവാൻ വേണ്ടിയിട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റർ പറയും അതെ, നീ അവരുടെ റിലേറ്റീവായിട്ട് ഇതൊന്നും അറിയത്തില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ സ്റ്റക്കായി തന്നെ നിൽക്കുവാണ്. നിനക്കെന്താ മുഖത്തൊരു ഭാവ വ്യത്യാസം, എന്താ ദേവിക എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷോക്കിൽ രേവതിയുടെ അടുത്തേക്ക് പോകുവാണ്. അപ്പോൾ രേവതി കണ്ടപ്പോൾ തന്നെ ഇങ്ങനെ സ്റ്റക്കായി വരുന്നത് കാണുമ്പോൾ തന്നെ രേവതി ചോദിക്കും എന്താ ദേവു, എന്താ നിനക്ക് പറ്റിയേ, അവരെന്താ പറഞ്ഞേ എന്നൊക്കെ. ശ്രുതി ചേച്ചി പ്രഗ്നൻ്റ് അല്ല എന്ന് പറയുമ്പോൾ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലോ, എനിക്കത് വിശ്വാസമാണ്, അവൾ പ്രഗ്നൻ്റ് ഒന്നും അല്ല എന്ന് പറയാൻ കേട്ടോ രേവതി. പക്ഷേ സിസ്റ്റർ പറഞ്ഞതേ രണ്ടാമത് കൺസീവ് ആവാൻ വേണ്ടിയിട്ട് ഉള്ള ടെസ്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാന്നാ എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി ആകെ ഷോക്കാകുക.
എന്താ ദൈവം നീ പറഞ്ഞേ? രണ്ടാമത് പ്രഗ്നന്റ് അതിന് മുൻപേ ഇവള് പ്രഗ്നന്റ് ആയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതറിയത്തില്ല ചേച്ചി, അവരെങ്ങനെയാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ആ സിസ്റ്ററിന് തെറ്റിപ്പോയതായിരിക്കും എന്ന് പറയണേ. അപ്പൊ ദേവ് പറയുന്നുണ്ട്, ഡോക്ടറിന് തെറ്റത്തില്ലല്ലോ, ഡോക്ടർ പറഞ്ഞ കാര്യമല്ലേ അവര് പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും വീണ്ടും ഞെട്ടി പോവാണ് കേട്ടോ നമ്മുടെ രേവതി. എന്നിട്ട് അവിടെ ഇരിക്കും. അപ്പൊ നമ്മുടെ ദേവ് ചോദിക്കുന്നുണ്ട്, അവരെന്നായിരിക്കും ആദ്യം പ്രഗ്നന്റ് ആയത്? അല്ലെങ്കിലും അവരെ കണ്ടാൽ തന്നെ അറിയാം ഫ്രോഡാണെന്ന്. ആ സുധിച്ചേട്ടനെയും നിങ്ങളുടെ വീട്ടുകാരെയും പറ്റിക്കായിരുന്നു അവര് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ ആ ഷോക്ക് തന്നെ ഇരിക്കട്ടോ രേവതി. അപ്പോ ദേവ് വിളിച്ചിട്ട് ചേച്ചി എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവു നീ എന്താ പറഞ്ഞതെന്ന് ചോദിക്കാട്ടോ. അതോടുകൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.